നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഡോക്ടർമാർ തന്റെ തലച്ചോറിലെ ട്യൂമർ നീക്കം ചെയ്യുമ്പോൾ ഡഗ്മാർ ടർണർ വയലിൻ വായിക്കുകയായിരുന്നു. ലണ്ടനിലെ കിങ്സ് കോളേജ് ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയ്ക്കിടയിലാണ് 53-കാരിയായ ടർണർ വയലിൻ വായിച്ചത്. ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ടർണറിന്റെ വയലിൻ വാദനം. ടർണറിന്റെ തലച്ചോറിന്റെ വലതുവശത്തായി മുൻഭാഗത്തായിരുന്നു ട്യൂമർ. ഇടതുവശത്തെ ശരീരചലനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണിത്. കൂടാതെ ഇടതു കൈയുടെ സൂക്ഷ്മചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഭാഗവുമാണിത്. ഈ ഭാഗത്ത് ചെയ്യുന്ന ശസ്ത്രക്രിയ ശരീരത്തിന്റെ ഇടതുവശത്തെ അവയവങ്ങളുടെ ചലനത്തെ ബാധിച്ചേക്കാനിടയുണ്ടെന്ന നിഗമനത്തെ തുടർന്നാണ് ശസ്ത്രക്രിയയ്ക്കിടെ വയലിൻ വായിക്കാൻ വിദഗ്ധർ നിർദ്ദേശിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ടർണറിന്റെ വയലിൻ വായനയ്ക്ക് തടസ്സമുണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു ഇത്. 10 വയസ്സ് മുതൽ വയലിൻ വായിക്കുന്ന ടർണറിന് അത് വായിക്കാതിരിക്കുന്ന കാര്യം ചിന്തിക്കാനാവുമായിരുന്നില്ല. അത്തരമൊരവസ്ഥയുണ്ടാവാതിരിക്കാൻ ന്യൂറോ സർജനായ ഡോക്ടർ കിയോമാർസ് അഷ്കനാണ് ശസ്ത്രക്രിയയ്ക്കിടയിലൂടെ വയലിൻ വായന നിർദ്ദേശിച്ചത്. ഒരു കൊല്ലം 400ഓളം ട്യൂമർ നീക്ക ശസ്ത്രക്രിയ കിങ്സ് കോളേജ് ആശുപത്രിയിൽ നടത്താറുണ്ടെന്നും രോഗികൾക്ക് ഭാഷാപരമായ വൈകല്യം ഉണ്ടാവാതിരിക്കാനായി ശസ്ത്രക്രിയയ്ക്കിടെ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നും എന്നാൽ ആദ്യമായാണ് ഒരു ഉപകരണം ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയലിൻ വായിക്കുമ്പോൾ ടർണറിന്റെ തലച്ചോറിലെ ഏതൊക്കെ മേഖലകൾ സജീവമാകുമെന്ന് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് 2 മണിക്കൂറോളം ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം നിരീക്ഷിച്ചിരുന്നു. ടർണറിന്റെ തലച്ചോറിന് സൂക്ഷ്മക്ഷതം പോലും ഏൽപ്പിക്കാതെ ട്യൂമറിന്റെ 90% നീക്കം ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് 3 ദിവസങ്ങൾക്ക് ശേഷം ടർണർ ഭർത്താവിനും മകനുമൊപ്പം വീട്ടിലേക്ക് മടങ്ങി. ഐൽ ഓഫ് വൈൻ സിംഫണി ഓർക്കസ്ട്രയിൽ വയലിനിസ്റ്റായ ടർണർ എത്രയും വേഗം സംഗീത ലോകത്തേക്ക് മടങ്ങിയെത്തുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.